DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് കാർഡ് വരികയാണ്. വാർഡ് പുനർവിഭജനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ വീടുകൾക്കുൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും. ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്തും പ്രസ്തുത കെട്ടിടങ്ങൾക്കുണ്ടായിരുന്ന നമ്പറും കാർഡിൽ രേഖപ്പെടുത്തും. അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ടതില്ലെന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ അറിയിച്ചു. കെ-സ്മാർട്ട് വഴിയാണ് കെട്ടിട നമ്പർ പുനഃക്രമീകരിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം വാർഡ് നമ്പറും രണ്ടാമത് കെട്ടിട നമ്പറും സൂചിപ്പിക്കുന്ന നിലയിലാകും ക്രമീകരണം. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിട നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട്. കെ-സ്മാർട്ടിൽ പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം കടന്നിരിക്കുകയാണ്. ഇന്ന് പവന് 1160 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം തൊട്ടത്. 1,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 145 രൂപയാണ് വർദ്ധിച്ചത്. 12,595 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്തറിയിപ്പ്, 2019 ഡിസംബർ മാസം 31 വരെ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ അത് സമർപ്പിക്കേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. പെൻഷൻ അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് നിലവിലെ രേഖ സമർപ്പിക്കേണ്ടത്. വരുമാന രേഖ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് നോക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ താൽക്കാലികമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും. അടുത്തറിയിപ്പ്, PM കിസാന്റെ 22ാം ഗഡു വിതരണത്തിന്റെ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. 21ാം ഗഡു വരെ മുടങ്ങാതെ ലഭിച്ച കർഷകർ 22ാമത്തെ ഗഡുവും എത്തിച്ചേരുന്നതിനായി eKYC ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഗഡു മുടങ്ങിയിട്ടുള്ളവർ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി eKYC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് eKYC പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കുക. eKYC ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ eKYCയിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഒരു തരത്തിൽ ചിലർക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ബയോമെട്രിക്കൽ eKYC ചെയ്യണമെന്ന നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ബയോമെട്രിക്കൽ eKYC വീണ്ടും ചെയ്യണമെന്ന നിർദ്ദേശം വന്നവർ അത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ CSC സെന്ററുകളിൽ ചെന്നോ പൂർത്തിയാക്കുക. ഇത്തരത്തിൽ നിരവധി പേർക്ക് 21ാം ഗഡു മുടങ്ങിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും, പ്രത്യേകിച്ച് മുൻഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ, നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് eKYC പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ മുൻപ് eKYC പൂർത്തിയാക്കിയവരാണെങ്കിലും കർശന പരിശോധനയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ചിലർക്ക് ഇത്തരത്തിൽ ബയോമെട്രിക് KYC ചെയ്യണമെന്ന നിർദ്ദേശം വീണ്ടും വന്നിരിക്കുന്നത്. അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.